മനസ്സിൽ വരുന്ന ഏറ്റവും നല്ല ടീച്ചർ ആരാണ്? 1-2 ടീച്ചേഴ്സൊക്കെ, ബാക്കി ആരും. സത്യമാണ്. 5-ാം തീയതിയാണ് ടീച്ചേഴ്സ് ഡേ. ചിലപ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് 5-ാം തീയതി ആണെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അവർക്ക് ഏറ്റവും കൂടുതൽ ബോധറേഷൻ ഉള്ളത് അവരുടെ മക്കൾ മിസ്ബിഹേവ് ചെയ്യുമോ, അവരുടെ മക്കൾ വേറെ ഏതെങ്കിലും റെയിലിൽ എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൊളീഗ്സ് ഫുൾ അവരെ പരിഹസിക്കും. ആ പ്രഷർ ഫുൾ മക്കളിലാണ് ഉണ്ടാവുക. സ്കൂളിലാണെങ്കിലും നമ്മുടെ കൊളീഗ്സിൻ്റെ സൈഡിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ജോലിയിൽ അല്ലെങ്കിൽ പഠനത്തിൽ ചിലപ്പോൾ മിടുക്കരായിരിക്കും. പക്ഷേ 2 വാക്ക് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പേടിയുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട്, നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ആ ഒരു പേടിയുടെ പിന്നിൽ? ടീച്ചേഴ്സ് സാധാരണ ചെയ്യുന്നത് മാർക്കിടലാണ്, ഇവാലുവേഷനാണ്. ചെറിയ പ്രായത്തിൽ ആ പ്രോബ്ലം ഒന്നുമില്ല. കലവലാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളെ നമ്മൾ കാണും. പക്ഷെ കുറച്ചുകൂടി പ്രായം കൂടി വരുമ്പോൾ ടീച്ചർമാർ ഇവരെ എൻകറേജ് ചെയ്യില്ല, സംസാരിക്കാൻ സമ്മതിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ടീച്ചർമാരുടെ അവർ ഇവാലുവേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഡോക്ടർമാർ പാത്തോളജിസ്റ്റാണ്. ആദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് കണ്ടുപിടിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ പല്ല് കാണിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിലുള്ള ദന്തിസ്റ്റായിട്ടുള്ള കുറേ ആൾക്കാരോട് ഞാൻ പറയാം എൻ്റെ പല്ല് നോക്കരുത്, വേറെ എവിടെ നോക്കിക്കോളാൻ പറയും. കാരണം അവർ കണ്ടുപിടിക്കും, എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കാൻ. കുഴപ്പമില്ലാത്തൊരു പല്ല് ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടാവും. പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ ഒട്ടനെ ടീച്ചേഴ്സ് പറയാം ഇവിടെ തെറ്റുണ്ട്, അവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, അവിടെ തെറ്റുണ്ടെന്നാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കഴിവ് എന്ന് പറയുന്നത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന. അതേ സമയത്ത് വെസ്റ്റിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടർഫുൾ, യു നോ ഹൗ ടു മേക്ക് എ ടീ. നമ്മൾ ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, മധുരമില്ല, എന്തെങ്കിലും കുഴപ്പം പറയല്ലേ ചെയ്യുക. വെസ്റ്റിൽ അങ്ങനെയല്ല, വെരി ഗുഡ് ചായ, ബട്ട് ഇഫ് ഐ വുഡ് ഹാവ് ബീൻ പ്രിപ്പയറിങ്, ഞാൻ അതിനകത്ത് കുറച്ചും കൂടി ഷുഗർ കൂട്ടിയേനെ. എൻ്റെ അർത്ഥം എന്താ പറയുക, ഷുഗർ ഇല്ല എന്നാണ് പറയണത്. പക്ഷെ അവരങ്ങനെ പറയില്ല, നമ്മൾ കുറ്റം പറയുക ചെയ്യുക. അത് കേട്ട് 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 ശീലമായതുകൊണ്ട് എന്തിനാ വെറുതെ കുറ്റം കേൾക്കണം എന്നുള്ളൊരു തോന്നൽ അവരിൽ അടിച്ചു കിട്ടും. ഇപ്പം നമ്മൾ വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരാളാണെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഞാൻ എൻ്റെ പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എങ്കിലേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ക്യാമ്പിലൊക്കെ ചെയ്യാറുള്ളത്, ഒരു ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ ആരാണോ ആദ്യം വരുന്നത് അയാൾ ഇവിടെ ഇരിക്കുക, അടുത്ത ആൾ അപ്പുറത്തിരിക്കുക. ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമിന് പോയാലും കാണുന്നത് എല്ലാവരും ബാക്ക് പോയിരിക്കും, ആരും ഫ്രണ്ടിൽ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ നിർബന്ധമുള്ള കാര്യമാണ്, ഫസ്റ്റ് സീറ്റ് കംപ്ലീറ്റ് എക്യുപ്പൈ ചെയ്താൽ സെക്കൻഡ് സീറ്റിലിരിക്കാവുള്ളൂ. അപ്പോൾ അവർ പറയും അത് ടീച്ചേഴ്സിനാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഹെഡായാലും ടെയിലായാലും ആദ്യം വന്നാൽ എൻ്റെ ക്ലാസ്സിൽ, ഇതെൻ്റെ ക്ലാസ്സാണ്, അതിലെനിക്ക് മുകളിലൊരു ഹെഡില്ല. അതുകൊണ്ട് നിരന്നിരിക്കുക, ഒരു സീറ്റും വേക്കൻ്റാക്കരുത്. നിർബന്ധമായിട്ടും ഇത് ചെയ്തതിന് ശേഷമേ ഞാൻ ഇരുത്താറുള്ളൂ. അപ്പം നമ്മൾ കാണും ഏറ്റവും താല്പര്യമുള്ളവരാണ് ആദ്യം വരിക, ഏറ്റവും ലതാർജിക് ആയിട്ടുള്ളതാണ് ലാസ്റ്റ് വരിക. അപ്പോൾ ഇങ്ങനെയാണല്ലോ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ കുട്ടിക്ക് താല്പര്യമുണ്ട്. അവർക്ക് കൊടുക്കുന്ന അസൈൻമെൻറ്റ് ആരെയും കാത്തു കണ്ട ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, നിങ്ങളുടെ ഇവാലുവേഷൻ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമല്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ സദ്യ കഴിച്ചപ്പോൾ 4 കറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആർക്കും പറയാം. ആ 4 കറികൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി. അത് മാത്രം പോരാ, അത് ഓരോന്നിൻ്റെയും ടേസ്റ്റിനെ കുറിച്ചുള്ള ഒരു അഡ്ജക്റ്റീവും കൂടി പറയണം. ഓക്കെ, ഇയാളൊരു അഡ്ജക്റ്റീവ് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അടുത്താക്ക് വെരി ഗുഡ് പറയാൻ പാടില്ല, വേറൊരു അഡ്ജക്റ്റീവ് പറയണം. അപ്പോൾ എന്ത് പറയും, ഡിലീഷ്യസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വരികയെ. അപ്പോൾ അടുത്ത ആൾ എന്ത് പറയണം, ടേസ്റ്റി എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അവസാനം വരുന്നവന് പറയാൻ വാക്കുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ക്യാമ്പിൽ 2ാമത്തെ ദിവസം വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം ട്രിക്കുകൾ എത്ര ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്? ആരും ഉപയോഗിക്കണില്ല. നമ്മുടെ ടീച്ചേഴ്സ് എന്താ പറയുക, ഷീസ് എ ഗുഡ് ഗേൾ, സ്റ്റാർട്ട്, ഗിവ് മീ ആൻസർ. ആകെ 4 കുട്ടികൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ മാത്രമേ പറയിപ്പിക്കുള്ളൂ. ഏത് സ്റ്റേജ് പ്രോഗ്രാമിനും അതല്ലേ ചെയ്യിപ്പിക്കുക. അത് മാറ്റണം. ആദ്യം തീരുമാനിക്കേണ്ടത്, എൻ്റെ ഒരു കുട്ടിയും സ്റ്റേജിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളെ ഐ വിൽ നോട്ട് പുട്ട് ദം ഓൺ ടു സ്റ്റേജ് നെക്സ്റ്റ് ടൈം. റൊട്ടേഷൻ 12 വർഷം 14 വർഷം സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അത് കറക്റ്റാണ് TPS പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, സം സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിൽ വീഴാത്ത ആൾക്കാരെ പിന്നെ ദേ ആർ ടേംഡ് ആസ് നോട്ട് ഗുഡ്. അപ്പോൾ അത് നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നും, യുനോ പറഞ്ഞ പോലെ ഞാൻ അത്ര നല്ലതല്ല. അപ്പോൾ
വലുതാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയല്ലേ ചെയ്തത്, ഞാൻ ഇങ്ങനെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം. ബേസിക്കലി ആ ഒരു ഫിയർ ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കും. പേടി എന്ന് വെച്ചാൽ ഈ ഒരു കൂവലിനോടുള്ള ഒരു പേടി ആണോ, അല്ലെങ്കിൽ കളിയാക്കുമെന്നുള്ള പേടിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ആ ഒരു പേടിയല്ലേ, അത് ബേസിക്കലി നമ്മൾ അറിയാതെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത്. നമ്മളിപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ സൊല്യൂഷൻസ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യാം, ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ആ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സ്മാർട്ട് ആയിട്ടുള്ള 5 പേരോട് വരാൻ പറയും. ഉറപ്പായിട്ടും സ്മാർട്ട് ആയിട്ടുള്ള 5 or 10 പേര് വരും. ആ വന്ന ആൾക്കാരോട് അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിളിക്കാൻ പറയും. അപ്പം നമ്പർ 1, 2, 3, 4 വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിൽ വിളിച്ച് തരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫിൽറ്റേർഡ് ഔട്ട് ആയിട്ടുള്ള വരുന്നവരുണ്ടല്ലോ, നമുക്കറിയാം അവരാരോടും മിണ്ടാത്തവരും ആർക്കും വേണ്ടാത്തവരും ഒരു കമ്പനിയിലും പെടാത്തവരാണ്. ഇവരൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കും. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിസ്കഷനെ കഴിഞ്ഞ് പ്രസന്റേഷൻ വരുമ്പോൾ ആദ്യം വന്ന് ലീഡേഴ്സിനെ പ്രസന്റ് ചെയ്യാൻ സമ്മതിക്കേയില്ല. ലാസ്റ്റ് വന്ന ആൾക്കാരാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ഇരിക്കും? അവർ കൂടുതൽ അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന്റെ പണി. അപ്പൊ പിയർ ഗ്രൂപ്പ്സിനെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻ്റ് ആവും. വളരെ എളുപ്പം മാറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഞാൻ എത്രയോ സ്കൂളുകളിൽ ഇത്തരം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ള പല സ്ഥലത്തും അവരെയൊക്കെ ഒരു 10 ദിവസം കൊണ്ട് എല്ലാവരെയും ഈക്വലി സോഷ്യലിസമാണ് ഞാൻ സാധാരണ പറയാനുള്ളത്. ഒരു കുട്ടി വളരെ സ്മാർട്ടാന്ന് വിചാരിക്കാം, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, അവർക്ക് അവാർഡ് കിട്ടുമ്പോഴും. അത് സ്കൂളിൻ്റെ ഗുണമല്ല, അവരുടെ പാരൻറ്റിൻ്റെ ഗുണമാണ്. സ്കൂളിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ റിസൾട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, പേരൻസിൻ്റെയോ കുട്ടികളുടെയോ ഒരു റിസൾട്ട്. ബിക്കോസ് അവരെന്തായാലും പാട്ടും ഡാൻസൊക്കെ എവിടെ നിന്നോ പഠിച്ചു വന്നിട്ടാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടി നല്ലപോലെ ഡാൻസ് കളിച്ചിട്ട് എവിടെയെങ്കിലും അവാർഡ് കിട്ടുമ്പോൾ സ്കൂൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ ഗുണമല്ല, അവരുടെ പാരന്റിന്റെ ഗുണമാണ്. ആയിക്കോട്ടെ, ഇനി ഒരു ക്ലാസ്സിൽ എല്ലാവരും ബെസ്റ്റാന്ന് വിചാരിക്കും, ടീച്ചറുടെ ഗുണമാണ്, സ്കൂളിന്റെ ഗുണമല്ല. സ്കൂളിൽ എല്ലാവരും നന്നാവുകയാണെങ്കിൽ സ്കൂളിന്റെ ഗുണം. ആ ഒരു കോമ്പറ്റീഷൻ സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ആരും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ശരിയാണ് സാർ പറഞ്ഞത്. കാര്യം ഇപ്പോൾ അബ്രോഡ്, ഓസ്ട്രേലിയ അങ്ങനത്തെ നാടുകളിൽ എല്ലാ ഫ്രൈഡേയും ഒരു ക്യാരക്ടർ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡുണ്ട്. ക്യാരക്ടർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ താഴെ വീണപ്പോൾ ഈ കുട്ടി ഹെൽപ്പ് ചെയ്തതിന് ഒരു അവാർഡ്, അല്ലെങ്കിൽ വേസ്റ്റ് ക്ലീൻ ചെയ്തതിന് ഒരു അവാർഡ്, ടീച്ചറിനെ ബുക്ക് എടുക്കാൻ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടി തന്നെ വന്ന് ഹെൽപ്പ് ചെയ്തതിന് ഒരു അവാർഡ്. വളണ്ടിയർ. See, that is character awards. കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വലുതാവുമ്പോഴും വിൽ എൻഡ് അപ്പ് ഡൂയിങ് ദാറ്റ്. എന്നുവെച്ചാൽ സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നോക്കുന്നത് എന്താണ്? റിസൾട്ട്സ് ആണ്. അതായത് സ്കൂളിൽ സബ്ജക്ട് മാർക്സ്. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ, ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈ അമ്മ എഴുതിയതിന് 2 വശവും ആൾക്കാർ പറഞ്ഞു. എന്തായിരുന്നു വെച്ചാൽ കോവിഡിൻ്റെ ടൈമിലായിരുന്നപ്പോൾ ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിയും പിന്നെ 4ാം ക്ലാസ്സിലെ കുട്ടിയും അമ്മയും കൂടെ വീട്ടിലെ ജോലി ചെയ്യായിരുന്നു. വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അപ്പോൾ 1ാം ക്ലാസ്സിലെ കൊച്ചിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അമ്മ എന്നും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെന്ന് കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു, ഞാനും കൂടെ ചെയ്തോട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ചെയ്തോ, ഇങ്ങനെയാണ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ടീച്ചർ ചോദിച്ചു, സൺഡേ കഴിഞ്ഞ് മണ്ടി ചോദിച്ചു, എന്താണ് നിങ്ങളെല്ലാവരും ചെയ്തതെന്ന് വെച്ചപ്പോൾ കൊച്ചു ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. എന്തായിരിക്കും റിയാക്ഷൻ വന്നിട്ടുണ്ടാവുക? എക്സാക്ട്ലി. എന്തൊരു അമ്മേ ഇത്! ഇതൊക്കെയാണ് ഒരു കുട്ടിയെ ചെയ്യിപ്പിക്കേണ്ടത്. എന്തായിരിക്കും? വാട്ട് വാസ് എ മെസ്സേജ്? എന്താണ് ആ മെസ്സേജ് പോയിരുന്നത്? ഒരു സോഷ്യൽ സിസ്റ്റം ആണ് നമ്പർ 1. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. അപ്പൊ പറയണത് എന്തിനാ വെച്ചാൽ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവം ആദ്യം വേണം. അത് അതെ. ഞാൻ എൻ്റെ ക്യാമ്പ് നടത്തിയ സമയത്ത് അവർ റെക്കോർഡ് ചെയ്ത് അയക്കണം. 1 day you are in kitchen, record it and send it to me. അറ്റ്ലീസ്റ്റ് റെക്കോർഡ് ചെയ്യാനെങ്കിലും അവരുണ്ടാക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അമ്മ സമ്മതിക്കില്ല, ഒരു കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അമ്മയോട് റെക്കോർഡ് ചെയ്യാൻ പറയാം, നിങ്ങൾ ചെയ്യാം. പിറ്റേ ദിവസം ക്ലീൻ യുവർ ഹൗസ്, ക്ലീൻ യുവർ റൂം. എന്ത് രസകരമായിട്ട് പിള്ളേർ എൻജോയ് ചെയ്ത് പറയുന്നത്. ക്യാമ്പിൻ്റെ ഭാഗമാണ്. വെർച്വൽ ക്യാമ്പ് കോവിഡ് കാലത്ത് ഞാൻ നടത്തിയത്. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരെ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുകയാണ്. അതിനൊക്കെ നമ്മൾ റിവാർഡ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുട്ടിയെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റിയാലുണ്ടല്ലോ, അത് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നതാണ്, അമ്മയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വൈഫ് എന്ന് പറയും. അപ്പം കറക്റ്റ് കഴിഞ്ഞാൽ
ഹാപ്പി ഹോം മേക്കർ എന്നേ പറയാവൂ. അതെ. അങ്ങനെ ഓരോന്നും കറക്റ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് അവരുടെ ഇംഗ്ലീഷ് മാറ്റി പാരഗ്രാഫ് ഉണ്ടാക്കി. പലർക്കും അറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫാമിലിയെക്കുറിച്ച് പറയണം, എംബിഷനെ കുറിച്ച് പറയണം, അത് കഴിഞ്ഞ് ഇപ്പോൾ നടക്കുന്ന സംഭവം പറയണം, എൻ്റെ ആസ്പിറേഷൻസും എക്സ്പെക്റ്റേഷൻസും പറയണം. അങ്ങനെ പാരഗ്രാഫ് തരംതിരിച്ച് എഴുതി അത് ഞാൻ പല പ്രാവശ്യം ഇറ്ററേറ്റീവ് എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവരെ കൊണ്ട് 2 ഭാഷകളിൽ പറയിപ്പിച്ച് 3 ഭാഷയിൽ പറ്റിയാണ് 3 ഹിന്ദി പറഞ്ഞവരുണ്ട്, തമിഴ് പറഞ്ഞവരുണ്ട്, മലയാളവും ഇംഗ്ലീഷ് കമ്പൽസറി. അങ്ങനെ പറഞ്ഞവർ അയക്കുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയായിട്ടുള്ള എത്ര വീഡിയോകൾ ശിക്ഷാജ്ഞാനം മെൻറ്ററിങ് SJM ഡോക്ടർ TPS നടിച്ചാൽ കാണാം. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പം ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. അവിടുന്ന് കുറച്ചപ്പുറത്ത് കർണൂൽ എന്ന് പറയുന്നത് മലയാളിയാണ് കുട്ടി, ആൾ BBA ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്. ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അത് വായിക്കാം. ഏതുപോലെ വായിക്കണം? ന്യൂസ് റീഡർ എങ്ങനെയാണോ TV വായിക്കുന്നത് അതുപോലെ വായിക്കണം. എന്ത് രസകരമായ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നറിയോ. അപ്പോൾ നമുക്കിതൊന്നും പഠിപ്പിക്കാൻ ഇന്ന് ഓൺലൈൻ മീഡിയ ഉണ്ട്, പഠിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അസൈൻമെൻറ്റ്സ് കൊടുക്കുകയാണ് പാരൻസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ഗെറ്റ് ദം എൻഗേജ്ഡ്. ടീച്ചേഴ്സിലുള്ള ഹോപ്പോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കുറേ വ്യത്യസ്തമായ ജോലികളാണ്. കംപ്ലീഷൻ ഓഫ് സിലബസ് എന്ന് പറയുന്ന വലിയ കുഴപ്പമുള്ള പരിപാടിയാണ് അവർക്ക്. നമ്പർ 1. നമ്പർ 2, ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുക. വളരെ ബിസി ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള പ്രൊഫഷൻ ആരെന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെയാണ് പറയാൻ പറ്റും. അങ്ങനെയാണ് അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയായി മാറിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ബോധറേഷൻ ഉള്ളത് അവരുടെ മക്കൾ മിസ്ബിഹേവ് ചെയ്യുമോ, അവരുടെ മക്കൾ എന്തെങ്കിലും കുറച്ച് വേറെ ഏതെങ്കിലും റെയിലെത്തോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൊളീഗ്സ് ഫുൾ അവരെ പരിഹസിക്കും. ആ പ്രഷർ ഫുൾ മക്കളിലാണ് ഉണ്ടാവുക. സത്യം. ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നൊരു കുട്ടി ആര് വന്നാലും ഉടനെ ചോദിക്കാം, ഏകദേശം നമ്മുടെ അടുത്ത് പ്രശ്നം പറയുമ്പോൾ നമ്മൾ അച്ഛൻ അമ്മ 2 പേരും ടീച്ചറാണോ? ആണ്. അതെങ്ങനെയമ്മ മനസ്സിലായത്? നമുക്കറിയാം. നിങ്ങളുടെയൊക്കെ പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം ഓവർ പ്രഷറൈസ്ഡ് ആണ്. അത് മാറിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാം ചെയ്യാൻ പറ്റുന്ന എത്ര ബ്രില്യൻ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നറിയോ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 കൈയും 1 കാലും കെട്ടിയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്തോന്ന് പറയുന്നതല്ലേ അതേ അവസ്ഥ. അല്ല, ഇപ്പം പറഞ്ഞ പോലെ കുട്ടികളെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിരുത്തേണ്ടത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തി. 2-ാം തീയതിയാണ്, 5-ാം തീയതിയാണ് ടീച്ചേഴ്സ് ഡേ. ചിലപ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് 5-ാം തീയതി ആണെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നതിന് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി കുറ്റം. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചേഴ്സാണ്. അവരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി അല്ല, നല്ല ടീച്ചേഴ്സ്, എക്സലൻറ്റ് ടീച്ചേഴ്സ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ടീച്ചേഴ്സിനെ മാത്രം ഞാൻ എല്ലാവരോടും ചോദിക്കണം, നിങ്ങൾ ഏറ്റവും മനസ്സിൽ വരുന്ന ഏറ്റവും നല്ല ടീച്ചർ ആരാണെന്ന്. 1-2 ടീച്ചേഴ്സൊക്കെ ബാക്കി ആരും. സത്യമാണ്. നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ടീച്ചർ. അതായത് ടീച്ച് അസ് ടു ഡിസ്കവർ അവർ സെൽസ്. ഈ സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് സ്കൂൾ മാസ്റ്റർ തമ്മിലുള്ള ഡിഫറൻസ് പറയാറുണ്ട്. എ സ്റ്റേഷൻ മാസ്റ്റർ മൈൻഡ്സ് ദ ട്രെയിൻസ് ആൻഡ് സ്കൂൾ മാസ്റ്റർ ട്രെയിൻസ് ദ മൈൻഡ്സ്. മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അത് മനസ്സിലെത്തും, അവർ പിടിച്ചു നിൽക്കും, നമുക്ക് മറക്കാൻ പറ്റില്ല അവരെ. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ സങ്കല്പിക്കാനും സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കും. ഞാനിപ്പോൾ താമസിക്കുന്നത് ഗൂഡൂരിന് എന്ന് പറഞ്ഞ സ്ഥലം തിരുപ്പതിക്കും നെല്ലൂരിനടുത്താണ്. സർവേപ്പള്ളിയുടെ നാടാണത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചു വളർന്ന തറവാട് അവിടെയാണ്. അദ്ദേഹം അവിടെയല്ല ഉണ്ടായിരുന്നത്, തമിഴ്നാട്ടിലാണ്. പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാടവിടെയാണ്. സർവേപ്പള്ളി എന്നുള്ള പേരങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നല്ല ടീച്ചേഴ്സ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള, അല്ലാണ്ട് എനിക്ക് പ്രസിഡന്റ് അവാർഡ് കിട്ടിയ ടീച്ചേഴ്സിൻ്റെ ദാറ്റ്സ് നോട്ട് ഗ്രേറ്റ്. എത്ര കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ ഇസ് എ ടീച്ചർ. ഒന്ന് വാസ് നോട്ട് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ബട്ട് ദ ടീച്ചർ ഹു കുഡ് ടീച്ച് ദ വേഴ്സ്റ്റ് സ്റ്റുഡൻറ്. ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ടീച്ചറിൻ്റെ ആവശ്യമില്ല. അത് വെറും ക്രെഡിറ്റ് ടേക്കിംഗ് മാത്രമാണ്. പക്ഷെ യഥാർത്ഥ ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒട്ടും പറ്റാത്ത ആ സ്റ്റുഡൻറ്റിനെ ട്രാൻസ്ഫോർമേറ്റീവ് ആവണം എഡ്യൂക്കേഷൻ.